ബാംഗ്ലൂരിൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. അതിന് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് ശ്രീ വീരാഞ്ജനേയ സ്വാമി ടെമ്പിൾ. ബസവാനഗറിന് അടുത്തായി വരുന്ന CB രാമൻ നഗറിലാണ് ഈ ഒരു ടെമ്പിൾ. വരുന്ന വഴിയിലായിട്ട് ഒരു ദേവി ടെമ്പിൾ കാണാം. ഇതിനടുത്തായി തന്നെ പൂക്കളും പൂജാ സാധനങ്ങളെല്ലാം വിൽക്കുന്ന നിരവധി ആളുകളും ഷോപ്പുകളെല്ലാം കാണാം. ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. ഇവിടെ അങ്ങനെ ഒരു മണ്ഡപം പോലെയൊക്കെ കെട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ശ്രദ്ധിച്ചത് ഈ ഒരു ബോർഡാണ്, ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ അനുയോജ്യമായ ഡ്രസ് കോഡ് പാലിക്കുക എന്നാണ്. ടെമ്പിളിന്റെ മുന്നിലായിട്ട് ഭീമാകാരമായിട്ടുള്ള ഒരു ക്ഷേത്ര ഗോപുരം കാണാം. വളരെ വലിയ ഒരു ക്ഷേത്ര ഗോപുരമാണിത്. ഇതിന്റെ അടിയിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നല്ല ആന്റിക് ഗോൾഡൻ കളറിലുള്ള ഒരു പെയിന്റിംഗ് ആണ് ഈ ക്ഷേത്ര ഗോപുരത്തിൽ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. പുരാണ കഥകളെയും പ്രത്യേകിച്ച് രാമായണത്തെ ആസ്പദമാക്കിയിട്ടുള്ള നിറയെ ശില്പ ഭംഗികളും കൊത്തുപണികളും എല്ലാം ഈ ഒരു ക്ഷേത്ര ഗോപുരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ടെമ്പിളിന് അകത്തോട്ട് കയറുമ്പോൾ ഇവിടെയും ശില്പ ഭംഗിയോട് കൂടിയ വലിയൊരു കരിങ്കൽ മുഖമണ്ഡപത്തിനകത്താണ് ശ്രീകോവിലുകൾ വരുന്നത്. പ്രധാന പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയാണ്. ഇടതുവശത്തായിട്ട് ശ്രീരാമസ്വാമി, സീതാദേവി, ലക്ഷ്മണൻ എന്നിവരോടൊപ്പം ഹനുമാൻ ഇരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ്. വലതുവശത്തായിട്ട് രാജരാജേശ്വരി, അതായത് ദേവിയുടെ പ്രതിഷ്ഠയാണ് വരുന്നത്. ടെമ്പിളിന്റെ ഒരു ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ വളരെ ഗ്രീനിഷ് ഒരു ഗാർഡനകത്താണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. ഇതിന്റെ ഇടതുവശത്തായിട്ട് വളരെ വലിയ ഒരു ഹനുമാൻ പ്രതിമ കാണാം. ടെമ്പിളിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണിത്. പ്രദക്ഷിണ വഴിയിൽ ഇടതുവശത്തായിട്ട് മാരുതി സഭാങ്കർ എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ ഹാള് കാണാം. പിന്നെ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള മുഖമണ്ഡപമെല്ലാം നിറയെ കരിങ്കൽ തൂണുകൾ നിറഞ്ഞതാണ്. ഇവിടെയുള്ള പ്രതിഷ്ഠകളെല്ലാം ശിലാപ്രതിഷ്ഠകളാണ്. മറ്റൊരു പ്രത്യേകത, രാജരാജേശ്വരി പ്രതിഷ്ഠയുടെ അടുത്തായിട്ട് മഹാമേരു ശ്രീയന്ത്രം കൂടി പൂജിക്കുന്നുണ്ട്. വളരെ റയറായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷ്ഠകൾ കാണാറ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിലൂടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നല്ലൊരു സൂത്തിങ് ഫീലാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. മുഖമണ്ഡപത്തിന് മേലെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശില്പ ഭംഗികളും കൊത്തുപണികളും എല്ലാം ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ റിനോവേഷൻ വർക്ക് ഇപ്പം അടുത്താണ് കഴിഞ്ഞത്. ഇടതുവശത്തായിട്ട് ഈ കാണുന്നത് ഗണപതിയുടെ ഉപദേവ പ്രതിഷ്ഠയാണ്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇടതുവശത്ത് ക്ഷേത്രത്തിലെ ഫംഗ്ഷനുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന ക്ഷേത്രത്തിന്റെ തേരുണ്ട്. പിന്നെ അതിനടുത്തായിട്ട് കാണുന്നത് നാഗദേവ പ്രതിഷ്ഠയാണ്. ഇതിന്റെ അപ്പുറത്തായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉപദേവ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഈ നാഗദേവ പ്രതിഷ്ഠ നമ്മുടെ നാട്ടിൽ കാണുന്ന നാഗപ്രതിഷ്ഠയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് പത്നി സമേതനായിട്ടുള്ള മുരുകസ്വാമിയുടെ ഉപദേവ പ്രതിഷ്ഠയാണ്. നമ്മളിവിടെ പ്രദക്ഷിണ വഴിയിലൂടെ എല്ലാം നടക്കുമ്പോൾ വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഗാർഡനകത്ത് കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റിലാക്സ് ഫീലാണ് നമുക്കിവിടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കിട്ടുക. വീക്കെൻഡിലെല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും എന്നാണ് കേട്ടത്. ഇവിടുത്തെ ഹനുമാൻ സ്വാമിയുടെ ആ വലിയൊരു സ്റ്റാച്ചു കാണാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇത്. അതിന്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് നവഗ്രഹ പ്രതിഷ്ഠ വരുന്നത്. ഈ കാണുന്നത് ശില്പങ്ങൾ നേരത്തെ നമ്മൾ വരുമ്പോൾ കണ്ട ദേവീ ക്ഷേത്രത്തിലെ ആ ഒരു ശില്പ ഭംഗിയാണ്. ഇതാണ് ഇവിടുത്തെ നവഗ്രഹ ക്ഷേത്രം വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എന്തായാലും പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിന് ഇടയിലൂടെ ആ ഒരു രണ്ട് ക്ഷേത്രങ്ങളുടെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ശില്പ ഭംഗി ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം. ശാന്തമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു ഉദ്യാനത്തിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു ഫീലും അതോടൊപ്പം തന്നെ ഡെവോഷണൽ വൈബും ചേരുന്ന ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ഉണ്ടാവുക. ഈ ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു സ്റ്റാച്ചുവിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ഒരു തുളസിത്തറ, പ്രദക്ഷിണം ചെയ്യാനുള്ള ഒരു തുളസിത്തറയും അതുപോലെ എള്ളുതിരി കത്തിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റാച്ചുവിൽ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക അർച്ചനകളും അഭിഷേകങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി നേരത്തെ കണ്ട ആ ഒരു ദേവീക്ഷേത്രത്തിന്റെ പുറത്തുള്ള ആ ക്ഷേത്രത്തിന്റെ ഒരു ശില്പ ഭംഗിയാണ്. ഇതിനടുത്തായിട്ട് നേരത്തെ ആ നവഗ്രഹ ക്ഷേത്രം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിന്റെ ആ ഒരു ഭാഗം കൂടി കാണാം. അതും കണ്ടോ, ഈ മരങ്ങളും വാഴകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു പച്ചപ്പിന്റെ ഒരു ഭംഗിയാണ്. ഇതാണ് കേട്ടോ നമ്മൾ ആ പുറത്ത് കിടക്കുമ്പോഴുള്ള ആ ഒരു ദേവീക്ഷേത്രം വരുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ടെമ്പിളാണ്. പിന്നെ ഇതൊരു ഒറ്റ ഹാള് പോലെയാണ് ടെമ്പിൾ വരുന്നത്. അതിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടെ വലിയൊരു ആൽമരത്തിന് കീഴിൽ മറ്റൊരു ചെറിയ നാഗക്കാവ് പോലെ ഒരു പ്രതിഷ്ഠ കാണാം. നല്ല ഇതിനടുത്തൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ലൊരു റിലാക്സ് ഫീൽ അനുഭവപ്പെടും. നാഗക്കാവിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. പ്രൊട്ടക്ട് യുവർ മദർ നാച്ചർ, ഷീ വിൽ പ്രൊട്ടക്ട് യു ടു. റോഡിന് സമീപത്തുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ ഇത്രയും നല്ലൊരു റിലാക്സ് ഫീൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആരാധനയോട് ഒപ്പം തന്നെയുള്ള ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു പച്ചപ്പും മനോഹാരിതയും കൂടി ചേർന്ന് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.